കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാ ഞങ്ങൾ മൂന്നുപേരും കൂടി കടക്കര വീട്ടിലോട്ട് ചെന്നേക്കണത്. ഞാൻ മാത്രമുള്ള ഇടയ്ക്ക് പോവാറ്. സുധപ്പനാണെങ്കിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ക്ലാസ് ഇല്ലാതെ വന്നപ്പോഴാണെങ്കിൽ വീട്ടിൽ പണി കാര്യങ്ങളായപ്പോൾ എനിക്കും തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ കുഞ്ഞിച്ചെറുക്കനെ കാണാൻ വരാൻ പറ്റണ്ടായിരുന്നില്ല കേട്ടോ. 2 നേരം ഞാൻ വീഡിയോ കോൾ വിളിച്ച് ആളെ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിപ്പിക്കുകയും കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾ വന്നപ്പോൾ എന്നെ മറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചത് കുറച്ച് ദിവസം എന്നെ കാണാതിരിക്കുമ്പോഴേക്കും നമ്മുടെ വേദൂട്ടൻ മറന്നു പോയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച്. അപ്പോൾ അതേ ചേട്ടനും അനിയനാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പ്ലേമാറ്റിൽ നിന്ന് ആ സംഭവങ്ങളൊന്നും പറിച്ചെടുക്കാൻ പറ്റണില്ല ചേട്ടാന്നാണെന്ന് എനിക്ക് തോന്നുന്നത് പറയണത്. പിന്നെ ദേ ചാച്ചനും മോനും കൂടി നല്ല കളിയും ചിരിയും ഒക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങൾ ആരെയും മറന്നിട്ടില്ലെന്ന് ഓർക്കുമ്പോൾ തന്നെ വലിയ സന്തോഷം കേട്ടോ. കുഞ്ഞു കുട്ടികളാണല്ലോ, 2 ദിവസമൊക്കെ കാണാതിരിക്കുമ്പോൾ മറക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെന്നത്. പക്ഷെ ഇല്ല, ആളെന്നെ ഒട്ടും മറന്നിട്ടുണ്ടായിരുന്നില്ല. എന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ചേട്ടാ. പിന്നെ സുനിച്ചേട്ടനെ സുധുവിനെയും ഒന്ന് നോക്കി ഇവരാരാണെന്നൊന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പിന്നെ ചിരിച്ചത്. പിന്നെ അതേ ആൾക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കുഞ്ഞിലായിരുന്ന സമയത്ത് തൊട്ടിൽ കിടത്തിയപ്പോൾ ആൾ കിടക്കണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ കിടത്തി ആട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും എടുത്തിട്ട് ഞാൻ കുറേ വിശേഷം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കതിന് നല്ല ചിരിയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ന് കണ്ണും പൊട്ടും എഴുതാത്ത കാരണം കേട്ടോ ആളെ കാണുമ്പോൾ ഉറങ്ങി എഴുന്നേറ്റേക്കണ പോലെ ഇരിക്കുന്നത്. ആളിന്ന് കണ്ണും പൊട്ടും എഴുതാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതേ ഞങ്ങൾ കുറച്ചധികം ദിവസങ്ങളായി കുറച്ചധികമല്ല, ശരിക്കും പറഞ്ഞൊരു 2-3 മാസമൊക്കെ ആയി നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിൽക്കാറില്ല. നമ്മൾ വാവനെ കാണും തിരിച്ചു പോരും അങ്ങനെയൊക്കെയാണ്. ഇപ്പം ദേ അപ്പം ഉച്ചയ്ക്ക് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോരാന്നൊക്കെ തീരുമാനിച്ച് അങ്ങനെ ദേ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കുറേ നാളിന് ശേഷം ഉണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞിച്ചേർക്കൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. അതല്ലെങ്കിൽ ഒരാൾ എന്തായാലും ഡ്യൂട്ടിയിലായിരിക്കുമല്ലോ. അങ്ങനെ ദേ ഞങ്ങൾ കുറേ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സുനിച്ചേട്ടനാണെങ്കിൽ അമ്മ പെട്ടെന്ന് തന്നെ കുറേ കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ദേ പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാന്ന് കരുതിയിട്ടാണ്. കാരണം നമുക്ക് 3 മണിയാകുമ്പോഴേക്കും വീട്ടിലേക്ക് തിരിച്ചു വരണം. നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരുള്ളത് കൊണ്ട് തന്നെ ചായയൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട്. അപ്പോൾ ദേ എല്ലാവരോടും ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് വരേണ്ട. അപ്പോൾ കണ്ണൻ പറഞ്ഞിരുന്നു കാറിന് വന്നിരുന്നെങ്കിൽ സുഖമായിട്ട് പോവായിരുന്നല്ലോ, മഴയുമല്ലേ എന്നൊക്കെ പറയും.